ബാലാമണിക്ക് അവളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതോടെ ഞാൻ വീണ്ടും അവളുടെ മുമ്പിൽ തോറ്റുപോയി. അനന്തു ഞാൻ അറിയാതെ ആ കുഞ്ഞിനെ കാണുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ലീലാമ്മയുടെ കാര്യത്തിൽ നമ്മൾ എന്താ തീരുമാനിക്കാൻ പോകുന്നത്? അവരെ എന്ന് ഇവിടെ ഇങ്ങനെ നിർത്താനാണോ ഉദ്ദേശം? കുറച്ച് നാളുകൂടി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ. അതിനുള്ളിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. കവിതയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ഇതിനെ രണ്ടിനെ സഹിക്കുന്നത് ഞാനാ. സോളമ്മ, നമ്മളിപ്പോ എന്താ ചെയ്യാ? തൽക്കാലം കുറച്ച് നാളത്തേക്ക് കൂടി എല്ലാം സഹിച്ചല്ലേ പറ്റൂ. എന്നെ കൊണ്ട് ഇനി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ പറ്റില്ല. എങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതാവും നല്ലത്. കവിതയ്ക്ക് ഇത്തിരി സെർലാക്ക് എടുക്കട്ടെ. സോളമ്മ, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ഇതൊന്നും നടക്കാനുള്ള കാര്യങ്ങളല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കുന്നില്ല. കവിതയ്ക്കൊരു പ്രശ്നമില്ലല്ലോ. ഈ കൊച്ചിനെ കൊണ്ട് അനുഭവിക്കുന്ന മുഴുവൻ ഞാനല്ലേ. സീരിയസ് ആയിട്ടൊരു സൊല്യൂഷൻ എൻ്റെ മനസ്സിലുണ്ട്. നമുക്ക് രണ്ടിനെ അങ്ങ് തട്ടിക്കളയാം. അല്ല, തട്ടിക്കളയാന്ന് പറഞ്ഞ ബാലാമണിക്ക് ഇപ്പൊ തന്നെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അവൾ ആ രീതിയിൽ എന്നോട് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് എത്രയും വേഗം ഇതിങ്ങളെ രണ്ടിനെയും ഒഴിവാക്കുന്നതാ നല്ലത് എന്നാ ഞാൻ പറഞ്ഞത്. എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ എന്നെ കുഞ്ഞിനെ ഇവള് കൊല്ലും. ഇപ്പൊ എന്താ ഒരു വഴി? എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ എവിടെയോ ഒരിടത്ത് ലീലാമ്മ ചേച്ചിയുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ അത് ആ സ്ഥലം തന്നെയാണ്. കവിത അങ്ങോട്ട് തന്നെയാണ് പോകുന്നതെന്ന് വിനയൻ ഉറപ്പാണോ? ഈയിടെയായിട്ട് 1-2 വട്ടം ഞാൻ അവരെ ആ വഴിക്ക് കണ്ടിട്ടുണ്ട്. ഒരു ഗ്രാമപ്രദേശമാണ്. അത്ര വലിയ ആള് താമസമൊന്നും ഇല്ലാത്തൊരു ഏരിയ. അവിടെ പൂട്ടിക്കിടക്കുന്നൊരു വീടുണ്ട്. ചിലപ്പോ ലീലാമ്മ ചേച്ചി ആ വീട്ടിലുണ്ടെങ്കിലോ? കവിത ആ വീട്ടിലേക്ക് പോകുന്നത് വിനയൻ കണ്ടിട്ടുണ്ടോ? ആ വഴിക്ക് വേറെ വീടുകളൊന്നുമില്ല. സിറ്റിയിൽ നിന്ന് വിട്ട് കുറെ ദൂരെ ആ വീട്. സ്ഥിരമായിട്ട് കവിത ആ ഭാഗത്ത് കിടന്ന് കറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണാതിരിക്കുമോ മാഡം? നമുക്ക് ഏതായാലും ആ വഴിക്കൊന്ന് പോയി നോക്കിയാലോ? വേണ്ട, വിനയൻ തനിച്ചു പോയാൽ മതി. ആദ്യം ആ വീടും ചുറ്റുപാടും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്ക്. വിനയൻ സംശയിക്കുന്നത് പോലെ അമ്മ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. അതറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിയൂ വിനയ. ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് കവിതയുടെ കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. ഏതായാലും നമുക്ക് കാര്യമായി തന്നെ ഒന്ന് അന്വേഷിക്കാം. ചിലപ്പോ വിനയന്റെ സംശയങ്ങൾ ശരിയാണെങ്കിലോ? നോക്കടാ, കരയില്ലേ ദേവു? വാ. ബാലാമണി എവിടെ? അയ്യോ, പതുക്കെ. ചേച്ചിതാ കുളിക്കാൻ അങ്ങോട്ട് കേറിയിട്ടേ ഉള്ളൂ. അമ്മ കുറച്ചു നേരം ഇവന്റെ അടുത്ത് ഇരുന്നോ. വാ, ഇരിക്കമ്മേ. അമ്മയ്ക്ക് ഇവൻ എടുക്കണമെന്നുണ്ടോ? ഇപ്പൊ വേണ്ട. എടുത്തോ, ഒരു കുഴപ്പമില്ല. ഞാനല്ലേ പറയുന്നേ. ഇവൻ കരയുന്ന കണ്ടോ? മുത്തശ്ശി എടുക്കാഞ്ഞിട്ടാ. ഒരു കുഴപ്പമില്ല അമ്മേ, അമ്മ എടുത്തോ. ദേവു, എനിക്ക് നിന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാ ഞാൻ മോനെ നോക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. നിനക്ക് ഇവനെ നോക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അല്ല ചേച്ചി, അത് ദേവു, എന്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. അഴകത്ത് നിന്ന് ഞാൻ ഇവനെയും കൊണ്ട് ഇറങ്ങിയേ പറ്റൂ എന്നാണെങ്കിൽ ഇവനെ സ്നേഹിക്കുകയോ താലോലിക്കുകയോ എന്താണെന്ന് വെച്ചാ ആവാം. അതല്ല, ഞാൻ ഈ വീട്ടിൽ നിൽക്കണം എന്ന് തന്നെയാണെങ്കിൽ അമ്മ ഇവന്റെ അടുത്ത് പോലും വരാൻ പാടില്ല.
അമ്മയുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? ഏയ് ഒന്നുമില്ലടാ. അമ്മ ബാലാമണിയുടെ മുറി പോയോ? കുഞ്ഞിനെ എടുക്കാൻ നോക്കാൻ മറ്റോ ചെയ്തപ്പോൾ അവൾ വല്ലതും പറഞ്ഞോ? പറഞ്ഞെങ്കിൽ എന്താ അമ്മ അവൾക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാവാത്തത്? അതോ അവൾ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണോ? ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയില്ലേ അമ്മ അത് ഇത്രയും നാൾ മറച്ചു വെച്ചത്? എന്നിട്ട് അവൾ അതൊന്നും ഓർക്കാതെ. അമ്മയെ ഓർത്ത് നിനക്ക് വല്ലാത്ത വിഷമമുണ്ട് അല്ലേ മോനെ? ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? അവളുടെ കുഞ്ഞിനെ ഇത്രയും കാലം ഒളിപ്പിച്ചു വച്ചതുകൊണ്ടല്ല. ബാലാമണിയെ വിവാഹം കഴിക്കണമെന്ന് നീ വന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ സമ്മതം മൂളിയില്ലേ? ആ നിമിഷം ആ പാവം പെണ്ണിന്റെ ജീവിതം തകർന്നു. അന്നു മുതൽ അവളുടെ കഷ്ടകാലവും തുടങ്ങി. ഈ ജന്മത്തിൽ ചെയ്യുന്ന തെറ്റുകളുടെ പാപഭാരം ഈ ജന്മം കൊണ്ട് തന്നെ അനുഭവിച്ച് തീർക്കണം. ഞാനും നീയും ഒക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാ. കവിതേ, നീ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറ. ഇത് നടക്കണം. ബാലാമണിയും കുഞ്ഞും ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. അത് തീരുമാനിക്കേണ്ടതേ നീയല്ല, അമ്മയാ. അനന്തുവിനും ചില തീരുമാനങ്ങളൊക്കെ എടുക്കാമല്ലോ. അല്ല, അവരെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് നീ ഇത്ര നിർബന്ധം പിടിക്കുന്ന കാര്യം എന്താ? ബാലാമണി ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്ന് അനന്തു ഇത്ര വാശി പിടിക്കുന്നതിന് കാരണം എന്താ? അതാദ്യം പറ. എനിക്കെൻ്റെ മോനെ കാണണം, അത് തന്നെ കാരണം. ഇപ്പൊ കുഞ്ഞിനോടുള്ള ഈ സെന്റിമെന്റ്സ് നാളെ പഴയ ഭാര്യയോടും അനന്തുവിന് തോന്നിയാലോ? അങ്ങനെ തോന്നില്ലാന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ഒരുറപ്പുമില്ല. തെറ്റിദ്ധരുത്താൻ ഒരു അവസരം, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക. എന്നുവെച്ചാ ബാലാമണിക്ക് സമ്മതമാണെങ്കിൽ ഒരുമിച്ചുള്ളൊരു ജീവിതത്തിന് അനന്തു ഇപ്പോഴും തയ്യാറാണെന്ന്. അതെ, അവളോട് ചെയ്ത് തെറ്റുകൾക്ക് അങ്ങനെയെങ്കിലും എനിക്ക് പരിഹാരം ചെയ്യണം. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതോടെ ഒന്ന് പറഞ്ഞതാ. നിനക്കെന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നുവെച്ചാ സ്വമേധയാ ഞാൻ ഒഴിഞ്ഞു പൊക്കോളണം എന്നല്ലേ? ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ നല്ലത്. എത്ര നിസ്സാരമായിട്ടാ അനന്തു ഈ കാര്യം പറഞ്ഞത്. ഇത്രയും നാള് നിങ്ങളെ വിശ്വസിച്ച ഞാൻ വിട്ടി. എങ്കിൽ കേട്ടോ, ബാലാമണി സമ്മതിച്ചാലും അവളോടൊത്തുള്ളൊരു ജീവിതം അനന്തു മോഹിക്കണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. അനന്തുവിന് നന്നായിട്ട് അറിയാലോ, ബാലാമണിക്കും കുഞ്ഞിനും വേണ്ടി കവിത അനന്തുവിനെ വിട്ട് പോവില്ല. കവിത, നിനക്കെന്നെ ശരിക്കും അറിയില്ല. എൻ്റെ ആഗ്രഹത്തിന് ബാലാമണി സമ്മതം പറയുന്ന ആ നിമിഷം പിന്നെ ഒന്നും ആരും എനിക്കൊരു വിഷയമാവില്ല. സോളമ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അനുഭവിച്ചെനിക്ക് മതിയായി. കുറച്ചു കാലം കൂടി നമ്മളൊന്ന് ക്ഷമിക്കണം. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാം. ലീലാമ്മയെ മാറ്റി താമസിപ്പിക്കാൻ സുരക്ഷിതമായ മറ്റൊരിടം കിട്ടാതെ നമുക്കിപ്പോഴുള്ള സ്ഥലത്ത് നിന്നും മാറാൻ കഴിയില്ല. ശരി, സോളമൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ ഞാൻ നാളെ അങ്ങോട്ട് വരാം. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാക്കാം. ഓക്കെ?
ഹലോ മാഡം. ആ ഹലോ വിനയ, ലീലാമ്മ എവിടെയാ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് നമുക്കവിടെ എത്തണം. ലീലാമ്മ അവിടുന്ന് രക്ഷിക്കണം. അവര് ചേച്ചി ഒളിപ്പിച്ചിരിക്കുന്ന എവിടെയാ? ഏവൂർ എന്നൊരു സ്ഥലത്താ. അവിടുന്ന് ഉള്ളിലേക്കുള്ളൊരു വീട്ടിലാ. ആ റൂട്ട് എനിക്ക് മനസ്സിലായി. ഞാനത് വരുന്ന വഴിക്ക് വിനയന് പറഞ്ഞു തന്നോളാം. വിനയൻ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് വന്നോളൂ. ഞാനും ഇറങ്ങാം. ആ ശരി, ഓക്കെ. ഇങ്ങനെയൊരു ചടങ്ങ് എത്രയും വേഗം നടത്തണം ഏട്ടാ. ഏട്ടൻ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാനത് ആലോചിക്കാതിരുന്നതല്ല, നിനക്ക് വിഷമാവോന്ന് വെച്ചിട്ടാ പറയാതിരുന്നത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് പേരിടേണ്ടത് എന്റെ അവകാശ. അവനെ മടിയിലിരുത്തി ഞാനാ അവന്റെ കാതിൽ പേര് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ അവൾ അതിനൊന്നും സമ്മതിക്കില്ല. ഇങ്ങനെ ഒരു ചടങ്ങിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ അവൾ അത് വേണ്ടെന്ന് പറയാനാ സാധ്യത. ഇനി അഥവാ അതിന് സമ്മതിക്കുകയാണെങ്കിൽ തന്നെ നിന്നെ അവൾ ആ പരിസരത്ത് അടുപ്പിക്കേയില്ല. അതൊന്നും വേണ്ട സുമംഗലേ. വേണം. കുഞ്ഞുങ്ങൾക്ക് ഓരോ പ്രായത്തിൽ ഓരോന്ന് ചെയ്യണം. ഇപ്പൊ തന്നെ പേരിടേണ്ട സമയമൊക്കെ അവന് കഴിഞ്ഞുപോയി. അതുകൊണ്ട് ഇനി അത് വച്ച് താമസിപ്പിക്കണ്ട. ഇന്ന് തന്നെ ഏട്ടൻ ഈ കാര്യം അവളോട് പറയണം. പിന്നെ പറയുന്ന കൂട്ടത്തിൽ അവൾക്ക് പറ്റുമെങ്കിൽ മോൻ അവന്റെ മുത്തശ്ശന്റെ പേരിടാമോ എന്നുകൂടി ചോദിച്ചു നോക്കണം. മാധവൻ, ഭഗവാന്റെ കൂടി പേരില്ലേ അത്? എന്റെ മോന് നല്ല ചേർച്ചയുള്ള പേരുമാണത്. അത് ഏട്ടന്റെ ആഗ്രഹമായിട്ട് തന്നെ അവളോട് പറയണം. എന്നോടുള്ള ദേഷ്യം അദ്ദേഹത്തിനോടുണ്ടാവാൻ വഴിയില്ലല്ലോ. ചിലപ്പോ അവളത് സമ്മതിക്കും. അവൾ അവനെ മാധവൻ എന്ന് വിളിക്കും. ദൂരെ മാറി നിന്ന് ഞാൻ ആ വിളി കേട്ടോള ഏട്ടാ. ആ സന്തോഷങ്ങളൊക്കെ മതി ഈ അനിയത്തിക്ക്. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ മാറും അല്ലേട്ടാ? അന്ന് ഞാൻ അവള് കേൾക്കെ ഉറക്കെ മാധവാന്ന് വിളിക്കും. അതുവരെ ഞാൻ ആ വിളി മനസ്സിൽ വച്ചോളാം. മനസ്സിലാണ് ഞാനങ്ങനെ വിളിക്കുന്നതെങ്കിലും എന്റെ മാധവൻ അതറിയുമേട്ട. എന്റെ മാധവൻ. ദേവോ, ചേച്ചി പുറത്തു പോയിരിക്ക. അതുകൊണ്ടാ ഞാനിവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മ മോനൊരു ഉമ്മ കൊടുക്ക. ചേച്ചി വരുന്നതിന് മുമ്പ് എനിക്കിവനെ തിരിച്ചുകൊണ്ട് കിടത്തണം. മോനെ, മുത്തശ്ശിയുടെ പൊന്നു മോനെ. ഏട്ടാ, എനിക്ക് എന്റെ മോനെ ഒന്ന് എടുക്കാൻ പറ്റിയല്ലോ ഏട്ടാ. ഇതിലും വലിയ എന്ത് സൗഭാഗ്യം ഇനി അഴകത്തെ സുമംഗലിക്ക് വേണ്ടത്. ചേട്ടായി, ചേട്ടായി ദേ നോക്കിയേ. വാടാ, വണ്ടി എടുക്ക്, വേഗം എടുക്ക്. ഹലോ, ആ വിനയ, ഞാനിവിടെ എത്തി. വിനയം പറഞ്ഞ വീടല്ല, ഇത് മറ്റൊരു വീടാ. സ്ഥലം വിനയം പറഞ്ഞത് തന്നെയാ. ഏയ് ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അകത്തേക്ക് കയറാൻ പോവാ. വിനയം പേടിക്കൊന്നും വേണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. ഇല്ല, വിനയം വരുന്നതുവരെ കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല. ആ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. വിനയൻ ഇങ്ങോട്ട് വന്നാൽ മതി. ആ പിന്നെ, ഹലോ 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 വിനയ, ഹലോ ഹലോ.
മേഡം എന്താ ഫോൺ എടുക്കാത്തത്? ഇത് അവളുടെ കാറ് തന്നെയാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ചേട്ടായി? ലീല അമ്മ ഈ വീട്ടിൽ തന്നെയുണ്ട്. അവളിനി പുറം ലോകം കാണരുത്. ഇവിടെയിട്ട് തന്നെ അവളെ അങ്ങ് തീർക്കണം. നീ വാടാ. മോള് നോക്കാം. ചേട്ടായി, ഇതെന്താ സംഭവം? ആർക്കറിയാം? ഇനി അവള് ചത്ത് കിടക്കുവാണോ? വേണ്ട എടാ, ചത്ത് കിടക്കുകയാണെങ്കിൽ പിന്നെ നമ്മളും കൂടെ കുടുങ്ങും. ലീലാമ്മ എന്തായാലും ഈ വീട്ടിലില്ലാന്ന് ഉറപ്പാ. ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട. നീ വാ, പോവാം. വാടാ ഇങ്ങോട്ട്. പണിയായല്ലോ ചേട്ടായി. എന്താടാ ഇവിടെ? ഞങ്ങൾ പിടികിട്ടാ പുലികളൊന്നും അല്ലല്ലോ സാറേ. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വരാമല്ലോ. ഇവിടെ എന്താ കാര്യം എന്നാ ചോദിച്ചേ? അതെ, ഈ വീട് കൊടുക്കാനിട്ടിരിക്കുക. ഒന്ന് നോക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. ഈ വണ്ടി നിങ്ങളുടെ അല്ലേ? അതെ. അപ്പൊ പിന്നെ ആ കാർ ആരുടെയാ? അതറിയില്ല സാറേ. ഞങ്ങൾ വരുമ്പോഴേ ഈ വണ്ടി ഇവിടെ കിടക്കുക. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് പോയിക്കോട്ടെ സാറേ. ആ പൊയ്ക്കോ. മര്യാദക്കൊക്കെ ജീവിച്ചോണം. എന്നെ അറിയാലോ അല്ലേ? ആ നിക്ക്. അല്ലെങ്കിൽ വേണ്ട. നിങ്ങളെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടാൽ ശരിയാവില്ല. നീയൊക്കെ തൽക്കാലം ഇവിടെ നിൽക്ക്. വാടോ. സർ, താൻ അവിടെ പോയി നോക്ക്. സർ.